എന്റെ അടുത്ത് ഇവന്റെ ഫോൺ നോക്കുമ്പോൾ എന്നെ എനിക്കറിയാം കുഴച്ചാറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ ആക്കാറില്ല. ഈ സ്മൃതിയുടെ വീഡിയോസിൽ ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സിലും കാണുന്ന ഫിൽറ്റർ, ഇത്രയും ഫിൽറ്റർ വാരി ഇടുന്നു എന്നുള്ള ഒരു കമന്റ് കാണും. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായി ശരിക്കും ഫിൽറ്റർ അല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ പിന്നെ കാര്യം കണക്കൂട്ടുന്നു. പിന്നെ കണ്ടങ്ങനെ അല്ലേ. അത് ഈ ഇടയ്ക്ക് നമ്മൾ എറണാകുളത്ത് പോയിട്ടുണ്ടായേ. അപ്പൊ നമ്മൾ വാഫിൽസ് ഓൺലൈൻ വഴി ഓർഡർ ആക്കി. അപ്പൊ അയാള് വന്നിട്ട് പറയുന്നു, ഡെലിവറി പോയി ആ സൊമാറ്റോയുടെ ചെക്കൻ വന്നിട്ട് പറയണ, പറയുന്നോണ്ടൊന്നും തോന്നരുത്, വീഡിയോയിൽ കാണുമ്പോ നല്ല കൂതറ ലുക്ക, പക്ഷെ നേരിട്ട് കാണുമ്പോ കുഴപ്പമില്ല. സത്യം, അത് കേൾക്കാറുണ്ട്. ഈ ഫർവാന്റെ ലാംഗ്വേജ് എങ്ങനെയാ സ്മൃതിക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നത്? എനിക്ക് തന്നെ ഭയങ്കര പാടായിരുന്നു പറയുന്നതൊക്കെ കണക്ട് ആവാനായിട്ട്. 6 വർഷമായിട്ട് സഹിക്കില്ലേ. അല്ല അത് നോർമൽ അങ്ങനല്ല. ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ അമേരിക്കയിൽ ലാംഗ്വേജ് അറിയാത്തവർ ആ നാട്ടിൽ പോയി നിൽക്കും പഠിക്കൂന്ന് പറയൂലേ. അപ്പൊ ഇതെന്നെ കേട്ടിരിക്കുന്നതിന്റെ അവസ്ഥ ആലോചിച്ചു. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഈ ഒരു ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ശുദ്ധ മലയാളം, അല്ലെങ്കിൽ ഈ ഭാഷ ഇതിന്റെ ശുദ്ധ മലയാളം അതിലും വലിയ കോമഡിയാണ്. എന്തായാലും ശുദ്ധ മലയാളം അതിപ്പോ എങ്ങനെ ഇവ പറയുന്നത്? നീ എന്തൊക്കെ ചോദിക്കാം, അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറയാം. ഇവനെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ പെമ്പിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇവൻ പറയണ കേട്ടിരിക്കും ചിരിക്കും. അവർ ആ കാസർഗോഡ് സ്ലാങ് പറയിപ്പിക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. സ്മൃതി ഇപ്പൊ ആ ലാംഗ്വേജ് പഠിച്ചു? കുറച്ചൊക്കെ. കാസർഗോഡ് പോകുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്ലാങ് വരും. പക്ഷെ 2 കാസർഗോഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. അപ്പൊ ഞാൻ അതാർക്കും മനസ്സിലാവില്ല, പരസ്പരം അവര് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഈ ഒറിജിനൽ കാസർഗോഡ് സ്ലാങ് എങ്ങനെയാണ്? ഇപ്പൊ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഉള്ളത്. അല്ലാതെ നോർമലായിട്ട് ഒരു കാസർഗോഡിയന്റെ അടുത്ത് തന്നെ സംസാരിക്കുമ്പോ എങ്ങനെയായിരിക്കും? അതിപ്പോ എങ്ങനെ പറയാം? ഇപ്പൊ നമ്മിപ്പോ നോർമല് ഞാനും നീ ജസ്റ്റ് മീറ്റ് ആക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചങ്ങായി മാറുമ്പോ ജസ്റ്റ് ആദ്യം എന്തായി, എന്ത് കഥ, സുഖയാ, പിന്നെ വേറെന്ത്, ചായ കുടിച്ചാ, ചോറയിച്ചാ, അത് അങ്ങനെ നോർമൽ കോൺവെർസേഷൻ വരുമ്പോ ഒരു സ്പീഡിൽ സംസാരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഏതോ ചൈന കൊറിയ. നിങ്ങളിപ്പോ 3 വർഷമായിട്ടല്ലേ ലിവിങ് ടുഗദർ. അപ്പൊ സ്മൃതിക്ക് ഇപ്പോ ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും എങ്ങനെയായിരുന്നു? ബിഫോർ മാരേജിനെ കാട്ടി ആഫ്റ്റർ മാരേജ് കൊള്ളാം. അടിപൊളിയായിരുന്നു. കൊള്ളാം എന്ന് വെച്ചാ ഒന്ന് മറ്റത് ഇങ്ങനെ നമ്മള് നിക്കണതാണെങ്കിലും ഒന്ന് പൈസ നഷ്ടം, ധനനഷ്ടം, മാനഹാനി. ധനനഷ്ടമാനാലും പിന്നെ ആളുകൾ കണ്ടാ എന്ത് പറയും, പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറവല്ലേ. ഇവൻ കല്യാണം കഴിക്കണതിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഇപ്പോഴാണ് കുറച്ചും കൂടെ പാവമായെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഫ്രീ ആയി, കുറച്ചും കൂടെ നല്ല കുട്ടിയായി, നല്ല സ്വഭാവമായി. മെച്ചൂരിറ്റി തേങ്ങയൊന്നും വന്നില്ല. അടുത്തടുത്തൊരു കൊച്ചു വന്നിട്ട് വാപ്പാന്ന് വിളിക്കും. ഇരുന്ന് പബ്ജി കളിക്കുമ്പോ ഞാൻ പറയും, കൊച്ചു വരുമ്പോഴെങ്കിലും നീ പബ്ജി കളിക്കല്ലോടാ. എന്നിട്ട് ഇരുന്ന് പറയണെന്താന്നറിയുമോ, കൊച്ചിന് നമ്മൾ ഫോണൊന്നും കൊടുക്കാൻ പാടില്ല, നമ്മൾ നല്ല ഡീസന്റ് ആയിട്ട് ഉള്ളു. മറ്റേ കൊച്ചു വന്നതിനുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്താ? കൊച്ചിനെ നല്ല നോക്കുക, അങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾക്ക് എങ്ങനെ ആൺകുട്ടി വേണോ അതോ പെൺകുട്ടി വേണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, കുട്ടിയായാ മതി. എനിക്ക് നല്ല ആരോഗ്യമുള്ള, ഇപ്പൊ പിന്നെ LGT അങ്ങനെയല്ല, ഇവരിങ്ങനെ ഇരുന്ന് തർക്കിക്കുമല്ലോ, പെണ്ണ് മതി ആണ് മതിയും തർക്കിപ്പോ ഞാൻ പറയും എല്ലാവർക്കും എല്ലാം വേണമെന്ന് പറഞ്ഞ എല്ലാം കൂടി ഒരുമിച്ചുള്ള ഇതിലൊന്നും പെടാത്ത വരും. അപ്പൊ പറയും നീ എന്ത് വെക്കണ പറയും. ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ചെറുതായിട്ടൊന്നും ചോദിക്കാറെന്ന് വിചാരിക്കല്ലേ, ഹിന്ദു മുസ്ലിം, അപ്പൊ ബേബിനെ നിങ്ങൾ ഏത് മതത്തിൽ വളർത്തും? ഇവന്റെ ആഗ്രഹം അതിലുള്ള മതത്തിലുള്ള എല്ലാം പഠിക്കണമെന്ന്. ഞാൻ ചെറുപ്പം തൊട്ടേ മതത്തിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കൊച്ചിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വിശ്വസിച്ചോട്ടെ, അവര് പഠിക്കാനുള്ള എല്ലാം പഠിക്കട്ടെ, എന്നിട്ട് അവർക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാ അതുപോലെ ആവട്ടെ. എനിക്കിപ്പോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കേട്ട് വരുമ്പോ ചില സമയത്ത് ഇങ്ങനെ ഡൗട്ട് ആവും. ഇങ്ങനെ മീൻസ് ഇടയ്ക്ക് എന്റെ മനസ്സിലൊരു ഏത്തസ്റ്റ് വരും. നിലവില് നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ഇത് തന്നെ, ഇതന്നൊരു പണിയല്ലേ? അല്ല ഇപ്പൊ ഞാനും അങ്ങനെ, ഞാൻ ഇപ്പൊ ഒരു 4 മാസമായിട്ട് ഞാനും ഇപ്പൊ ഒന്നിച്ചെന്നുണ്ട്, ഇവിടെ ഒന്നിച്ചെന്നുണ്ട്. ഞാന് അല്ലെങ്കിൽ ഫ്രീ ടൈം കൊച്ചിയിൽ യൂബർ ഓടിക്കൊണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതുമില്ല. അല്ല ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി. ഇപ്പൊ ഈ പാർലർ ആയാലും പിന്നെ അപ്പാർട്ട്മെന്റ് ഉണ്ട് ഒറ്റപ്പാലത്ത്, അത് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ.
ഫ്യൂച്ചർ പ്ലാൻസ് ബിസിനസ്സിലോട്ടും ഇതിലോട്ടും പോകാനാണ്. അതെ. സ്മൃതിയുടെയും അത് തന്നെയാണ്. എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ എനിക്കാകെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അമ്മ പണിക്ക് പോവും എന്നുള്ളതാണ് എൻ്റെ. ഇവനെയും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് ടാലന്റോടുണ്ട്. അമ്മ നല്ല ഹാർഡ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എവിടെയെങ്കിലൊക്കെ പോകണേ, നമ്മളെന്തെങ്കിലും പരിപാടിക്ക് പോകണമെങ്കിൽ തന്നെ അമ്മയ്ക്ക് അവാർഡ് കിട്ടണം വാങ്ങിക്കാനായിരിക്കും നമ്മൾ പോകണം. ഇങ്ങനെ വാങ്ങി നോക്കിയിരിക്കും. അപ്പൊ അമ്മേരെ കഴിവ് വെച്ച് അമ്മേരെ ചെലവിൽ കഴിച്ചാണ് നമ്മൾ ജീവിക്കണം. അല്ലാതെ നമ്മുടെ ടാലന്റിലൊന്നും നമുക്കൊരു കാര്യമില്ല. വെറൈറ്റിയാണ്. പക്ഷെ അമ്മയ്ക്ക് അതിന് കുഴപ്പമില്ല കേട്ടോ. അമ്മ ഇങ്ങനെ പാവം മുറ്റിയ കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന രണ്ടാളും നോക്കിക്കോളും. ഇനിയിപ്പോ വാവന്ന് കഴിയുമ്പോ വാവനെ നോക്കും. 3 ആളായി. സാധാരണ നിങ്ങൾ കോമഡിയിലൊക്കെ അല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്റെയും കൂടെ ചെലവ് എങ്ങനെ നോക്കണം, നിന്റെയും നിന്റെ ഞാൻ വെറുതെ അതെ, ചെലവ് അച്ഛൻ നോക്കണോന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇത് നമ്മുടെ റിയാലിറ്റി തന്നെ അങ്ങനെയാണ്. അതെ, ഫ്യൂച്ചർ നമ്മള് വെറുതെ ഇരിക്കും. നമ്മളെ അമ്മ സ്മൃതിക്ക് എങ്ങനെ കുഞ്ഞിനെ നോക്കേണ്ടതെന്ന് അറിയോ? കണ്ണുണ്ട്. അതൊക്കെ അങ്ങ് നോക്കി പോവായിരിക്കും. അല്ലെങ്കിൽ ഇല്ല, ചെറുതിലാണെങ്കിൽ ഇങ്ങനെ കസിൻസ് കുട്ടികളെയൊക്കെ ഇങ്ങനെ എടുത്ത് നടന്ന് ഒരു ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങനെ. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോനാണെങ്കിലും എടുത്ത് വളർത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ് ഇല്ല വാവകളെ നോക്കണതിനെ പറ്റി. അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിപ്പോ ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും. പിന്നെ നമ്മളൊന്ന് പ്രഗ്നന്റ് ആയി പ്രസവിച്ച് കഴിയുമ്പോൾ ആ ഒരു മദർ ഫീലിലേക്ക് വരും എന്നുള്ള കാര്യം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ പ്രഗ്നന്റ് ആയതിനു ശേഷം? കുറച്ച് മെച്യൂരിറ്റി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആ ഒരു ഫീൽ എങ്ങനെ? ചിന്ത മാത്രല്ലേ, കുറച്ച് മെച്യൂരിറ്റി ആണ് ആ ഒരു ചിന്ത മാത്രം. എനിക്ക് ബേബിയുടെ അടുത്ത് ഞാൻ നല്ല എന്ന് വെച്ചാൽ തീരെ അങ്ങട് ഞാൻ പൊതുവെ ഇങ്ങനെ ഒരാൾ കരയുമ്പം അങ്ങ് കൊടുത്തു പോണ സ്വഭാവമാണ് എൻ്റെ. അവരിഷ്ടത്തിനാ. അങ്ങനെ വിടാതെ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവണോ എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ലെന്നൊന്നും എനിക്കറിഞ്ഞു. പിന്നെ നമ്മളുടെ ജനറേഷനിലെ കുട്ടികളെന്ന് പറയുമ്പോ മീൻസ് നമ്മളെക്കാൾ ഉടായിപ്പായിരിക്കാം. പക്ഷെ നടക്കല്ല അതൊന്നും നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇതും കഴിഞ്ഞു വന്നതുകൊണ്ട് നമ്മളടുത്തൊന്നും നടക്കില്ല. അങ്ങനെയൊന്നും അല്ല. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും ഞാനും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിടയിൽ അങ്ങനെ വലിയ സീക്രട്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് നല്ലപോലെ ഷെയർ ചെയ്യും. ആ ഒരു ഫ്രീഡം ഉണ്ട് നമുക്കിടയിൽ. അപ്പം അതുകൊണ്ട് ഞാനും എൻ്റെ ബേബി അങ്ങനെ ആയിരിക്കും. സ്മൃതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ തന്നെയാണ് എല്ലാ കാര്യത്തിലും കട്ടയ്ക്ക്. ഇപ്പം നമുക്കൊരു വിഷമം വന്നാലും ഞാനുണ്ട്, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് അമ്മ പറയും. ആ സമയത്ത് ചിലപ്പോൾ കാണണമെന്നൊന്നുമില്ല, എന്നാലും ആ ഒരു കോൺഫിഡൻസ് ആൾ തരും. അപ്പൊ ഈ പ്രഗ്നന്റ് ആയ സമയത്തും അമ്മ തന്നെയായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? പ്രഗ്നന്റ് ആയ സമയത്ത് എല്ലാരും നല്ല സപ്പോർട്ട്. ഈ ഒരു കാര്യം എങ്ങനെ വീട്ടിൽ അറിയിച്ച ഫർവാന്റെ? ഞാൻ നോർമലായിട്ട് പറഞ്ഞു അവള് പ്രഗ്നന്റ്. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇവന്റെ അവിടെ ഫംഗ്ഷൻ ഒക്കെ നടത്തിയാണല്ലോ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് രജിസ്റ്റർ മറ്റേ രജിസ്ട്രേഷൻ അങ്ങനെ ചെയ്തില്ല. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ഫംഗ്ഷൻ നടത്തിയതായിരുന്നു അല്ലേ? ചെറിയൊരു ഫംഗ്ഷൻ വെച്ചു നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രം. അല്ലാതെ ഇപ്പൊ നമ്മൾ അവന്റെ ഫാമിലി ആണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും മാരീഡ് കപ്പിൾസ് തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.